കേരളത്തിലെ BJP ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. 4-ാം തീയതി കഴിയുമ്പോൾ തന്തയും മോനും കൂടി നിങ്ങളുടെ മുതുകത്തായിരിക്കും തിരുവാതിര കളിക്കുന്നത്. ജാത്തിയാലുള്ളത് തൂത്താൽ പോവില്ലല്ലോ. മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കയറി ഇറങ്ങി നടന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കുറച്ചു നാൾ മുമ്പ് ആർക്കോ വേണ്ടി നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്ന റീലുകൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാം. പിന്നെ ഇപ്പോൾ പറഞ്ഞത് തന്നെ മാറ്റി പറയാൻ ജോർജിനും മകനും ഒരു നാണവുമില്ല. മരണാനന്തരം ചെണ്ടക്കാർക്ക് ദാനം ചെയ്തിരിക്കുന്ന തുലിയാണ് ഉമർക്കുള്ളത്. ഇവന്റെയൊക്കെ വീട്ടിലെ വേലക്കാരാണ് മെത്രന്മാരാണെന്നാണ് ഇവന്മാരുടെയൊക്കെ ധാരണ. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഇവന്മാരുടെ കാൽക്കീഴിലാണെന്ന് BJP നേതൃത്വത്തെ പറഞ്ഞു ബോധിപ്പിച്ച് അതിന്റെ ചില്ലറ മുഴുവൻ വാങ്ങി പോക്കറ്റിലാക്കി. ഇവന്മാരെ പുരയ്ക്കകത്ത് കയറ്റരുതെന്ന് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. കേട്ടില്ല, അനുഭവിച്ചു. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള ഏതോ അവിശുദ്ധ ബന്ധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവന്മാരെ പാർട്ടിയിലെടുത്തത്. ബിസിനസ് അല്ലാതെ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ ഇവന്മാർ പറയുന്നത് മുഴുവൻ കറതീർന്ന രാഷ്ട്രീയമാണെന്ന വിശ്വാസത്തിൽ പാർട്ടിയെ ഇവന്മാർക്ക് തീരെഴുതി കൊടുത്തു. അതോടുകൂടി പാർട്ടിക്കാർ മുഴുവൻ മൗനവ്രതത്തിലായി. ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊക്കെ ഒലത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിച്ചാൽ മിച്ചം, മറ്റൊന്നും സംഭവിക്കില്ലെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. നേമത്തും വട്ടിയൂർക്കാവിലും തിരുവല്ലായിലും പാലായിലും പൂഞ്ഞാറിലും നാളിതുവരെ കാണാത്ത പരസ്യങ്ങളുമായി ഇറങ്ങി നാടാകെ ഇളക്കി മറിച്ചത് മറ്റു ചില ദുരുദ്ദേശങ്ങളുമായിട്ടാണെന്ന് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ണു കെട്ടാതിരിക്കാൻ കഴക്കൂട്ടത്തെയും ആ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ടെന്നാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത്. പാലായിലും പൂഞ്ഞാറിലും കെട്ടിവെച്ച കാശ് കിട്ടാതാകുമ്പോൾ BJPക്കാർ കാലുവാരിയെന്ന് വലിയ വായിലെ വിളിച്ചു പറയുന്നത് 4-ാം തീയതി രാവിലെ 8 മണി മുതൽ കേൾക്കാം. വെറുതെ പറയുന്നതല്ല. പട്ടരെ കടിച്ച പട്ടി ചെട്ടിയെ കടിക്കാതിരിക്കില്ല. മെത്രാന്മാരെയും ക്രിസ്ത്യാനികളെയും ഇവന്മാർ മര്യാദ പഠിപ്പിക്കുമെന്നാണ് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. സഭാ നേതൃത്വം വിദേശ ഫണ്ട് ഉപയോഗിച്ച് അനധികൃതമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിടിച്ചു തൂക്കിക്കൊന്നു. പക്ഷെ അപ്പനും മോനും പഠിച്ച സ്ഥാപനങ്ങൾ പോലും സഭയുടെ മക്കൾ പിടിയേരി പിരിച്ചുണ്ടാക്കിയതാണെന്ന സത്യം മറച്ചു പിടിക്കരുത്. 75 വർഷം മുമ്പ് പാലാ രൂപത ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ തന്നെയാണ് നിങ്ങളും മക്കളും പഠിച്ചത്. ഷോൺ ജോർജിനോട് ഒരു കാര്യം പറയാം. ഈ തന്തയുടെ കൂടെ നടന്നാൽ തൻ്റെ കാര്യം ഹതാഹുക. കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലും പിടിക്കണമെന്ന ആപ്തവാക്യമാണ് ജോർജിനെ മകനെ ഇതുവരെ നയിച്ചത്. പണ്ട് പാലാ മെമ്പറെന്ന് മാത്രമേ KM മാണിയെ ഈ PC ജോർജ് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പെരുവഴിയിൽ അലയുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ KM മാണി കോട്ടയം പാർട്ടി ഓഫീസിലുണ്ടെന്നറിഞ്ഞ് ഇയാൾ അവിടെ ഓടിക്കയറി ചെന്നു. പത്രക്കാരെ വിളിച്ചു കൂട്ടി. താൻ നിരുപാധികം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നുവെന്ന് അന്ന് പ്രഖ്യാപിച്ചു. അതായത് ചക്കരയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ചക്കരയെ ഇഷ്ടമാണെന്ന് പണ്ട് ഉറുമ്പ് പറഞ്ഞത് പുള്ളി അങ്ങ് അന്വർത്ഥമാക്കി. പിന്നീട് നമ്മൾ കണ്ടതാണ് KM മാണിയെ കോൺഗ്രസ്സുകാർ പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ മാണിയോട് ചേർന്ന് നിന്ന് മാണിക്കിട്ട് പണി കൊടുത്തത്. അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. UDF അധികാരം കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടിയും KPCC നേതൃത്വവും KM മാണിയോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ജോർജ് ഒഴിച്ച് മറ്റാരെ വേണമെങ്കിലും മന്ത്രിയായി നിയോഗിക്കാമെന്ന്. ജോർജിനെ മന്ത്രിസഭയിലെടുത്താൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനങ്ങൾ മുഴുവൻ ചാലക്കമ്പോളത്തിൽ ലഭിക്കുന്ന അവസ്ഥയാകുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശദീകരണം. ഏതായാലും BJP നേതൃത്വവും ആശങ്കയിലാണ്. ക്രിസ്ത്യൻ സഭകളുമായി അടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കേന്ദ്ര നേതൃത്വത്തിന് ചിലതൊക്കെ മനസ്സിലായി. ഇവന്മാർക്ക് ക്രിസ്ത്യൻ സഭകളിൽ ഒരു ബന്ധവുമില്ലെന്നും ഇവന്മാരെ ചുമന്നുകൊണ്ട് നടന്നാൽ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ BJPക്ക് എതിരാകുമെന്നും അവർക്ക് ബോധ്യപ്പെട്ടു. ജോർജിനെയും മകനെയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം പലരും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. PC ജോർജിനോടും മകനോടും സമരസപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഇതിനകം പലരും സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി രണ്ടുപേരുടെ കാര്യത്തിലും ഒരു തീരുമാനമാവുമെന്നാണ് പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ.